മുതിർന്ന CPIM നേതാവ് AK ബാലൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ മന്ത്രിസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധിക്കുന്ന പ്രവർത്തനത്തിലേർപ്പെട്ട AK ബാലൻ ഇപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൽ അത്ര സജീവമല്ല എന്നൊക്കെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടി ചുമതലകളിൽ നിന്നും മാറി പാലക്കാടാണ് വിശ്രമ ജീവിതം. പക്ഷേ എന്നാൽ നിശ്ചയിച്ച ചില പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് ഒക്കെ ഈ പ്രചരണ രംഗത്ത് സജീവമായ കാലത്ത് ഈ പാർട്ടി പ്രതിസന്ധിയിലാവുന്ന സാഹചര്യങ്ങൾ കുറവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ PM ശ്രീയുടെ കാര്യത്തിൽ CPMനൊരു തിരിച്ചടി ഉണ്ടാവുകയും CPI ഹീറോ ആവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നിങ്ങളുടെയൊന്നും കാലത്ത് അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. ഒന്ന് ഈ രൂപത്തിലാക്കി തീർക്കണമെന്നുള്ളത് നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാരുടെ ആഗ്രഹമായിരുന്നു. അതായത് CPIയുടെ ഗ്രാഫ് വർദ്ധിച്ചു, അതുപോലെ തന്നെ ബിനോയ് വിശ്വൻ്റെ ഗ്രാഫ് 10 മടങ്ങ് വർദ്ധിച്ചു, പിണറായി വിജയൻ്റെ പിന്നെ ഇരട്ട ശങ്കരൻ്റെ ഗ്രാഫ് താണു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് കുറച്ച് ആൾക്കാരുടെ ഉദ്ദേശമായിരുന്നു. അത് പിന്നെ ഒരു സുഖത്തിന് വേണ്ടി പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ വായിൽ നിന്നും ഇത് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വസ്തുത അതല്ല. വസ്തുത ഒന്ന് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് CPIM ബന്ധം ശക്തമാണ്. ഈ ഒരു ബ്രെയിനും അതുപോലെ തന്നെ ഹൃദയവും ഒരു ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. പക്ഷേ എന്തിനാണ് പിന്നെ എന്നാൽ അവർ ഈ പരസ്യമായി CPMനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അവഹേളിക്കുമാർ ഇങ്ങനെ പ്രതിരോധത്തിലാക്കിയത്? അവർക്ക് വേണമെങ്കിൽ ഇത് പാർട്ടി സെക്രട്ടറിമാർ തമ്മിൽ സംസാരിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചോ തീർക്കാമായിരുന്നല്ലോ. അത് ഓരോരോ പാർട്ടിയുടെ സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പുറത്തു വരിക. CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വായി തോന്നിയത് പറയാൻ സാധിക്കില്ല, പറയാനും പാടില്ല. CPIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിലും കേരളത്തിൻ്റെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ അപമാനിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുക, അദ്ദേഹത്തെ ചീത്ത വിളിക്കുക, ഇതൊന്നും ഒരു സാധാരണ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അതിനേക്കാളപ്പുറം ഒരു വലിയ കാര്യം അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇതെന്ത് ഗവൺമെൻറ് എന്നൊക്കെ ചോദിക്കാൻ CPI സെക്രട്ടറി തയ്യാറായി. അതെ, അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം പ്രതിപക്ഷത്തിന് പിന്നെ അതിൻ്റെ അർത്ഥം അറിയില്ല എന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട ഒരു മന്ത്രി GR അനിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തിരുന്നിട്ടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്, ഇത് എന്ത് ഗവൺമെൻറ്, കൂട്ടുത്തരവാദിത്വമുണ്ടോ, എന്ത് ഗവൺമെൻറ്? അത് വരുമ്പോൾ ഭരണഘടനാപരമായി ആ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. അത് അന്നൊരു വികാരപ്രകടനം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ബിനോയിയുടെ ഭാഗത്തുനിന്ന് വന്നുപോയ ഒരു വാക്കാണെന്നാണ് ഞാൻ അന്നേ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നതല്ല, ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അത് ഭരണഘടനാ ലംഘനമാണത്. ഒരു ഗവൺമെൻറ്റിനെതിരായി അല്ലെങ്കിൽ ഒരു മന്ത്രിക്കെതിരായി പറയുന്നു എന്നതിനപ്പുറം ഒരു ഭരണഘടനാദത്തമായിട്ടുള്ള ഒരു അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെ പറയേണ്ടതൊക്കെ കുറേ പറഞ്ഞു, പക്ഷേ പാടില്ലാത്തതല്ലേ? അല്ല, അതിപ്പോൾ അവർ തന്നെ തിരിച്ചറിഞ്ഞല്ലോ. അതിൽ പറ്റിയ തെറ്റുകൾ തെറ്റാണ് എന്ന് സമ്മതിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ അന്തസ്സിന് യോജിക്കുന്ന സമീപനമാണ്. അത് CPI കാട്ടി എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ്. കാണിച്ചോ? ശരിക്കും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ പിന്നെ ഭാഗത്ത് നിന്ന് അത് വന്നല്ലോ. ഇപ്പോൾ AIYFൻ്റെയും AISFൻ്റെയും നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നോട്ടീസ് കൊടുത്തല്ലോ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരിക്കലും ഈ ബന്ധം അറ്റുപോകാൻ പാടില്ല, CPIM ബന്ധം എന്നുള്ളത് കൊണ്ടാണ്
അത്ഭുതകരമായ രൂപത്തിൽ കാനം ജീവിച്ചിരിക്കുന്ന സമയത്ത് ചില സമീപനങ്ങൾ എടുത്തത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്ന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നേരം പുലർന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുക, പിണറായി വിജയനെ ചീത്ത പറയുക, അതെൻ്റെ ജോലിയല്ല, അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണമെന്ന്. അതാണ് രാഷ്ട്രീയം. ഒരു രാഷ്ട്രീയത്തിൻ്റെ അദമ്യമായ ഒരു ബോധത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണത് ആ വാക്ക്. അല്ല, വിനോയ്ക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കാര്യങ്ങളിടണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ കാലഘട്ടത്തിൽ CPIM ബന്ധം ശക്തിപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം അതില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്താകെയുള്ള ഒരു തുരുത്ത് ആശയുടെയും സംരക്ഷണത്തിൻ്റെയും ആകെയുള്ളൊരു തുരുത്ത് കേരളമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കാനം പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. അത് ഈ CPIയുടെ നേതൃത്വം ആ ദിശയിൽ തന്നെയാണ് നീങ്ങിയത്. ഇതിൽ പിന്നെ ഒരു തെറ്റിദ്ധാരണ വന്നു എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇത് നേരത്തെ ചർച്ച ചെയ്തല്ലേ? അങ്ങ് മന്ത്രിയായിരിക്കും, അങ്ങയുടെ കാലഘട്ടം മുതൽ ഈ PM ശ്രീ വരുന്നതും അതിൻ്റെ മാത്രമല്ല ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്തതല്ലേ? ഇത് പാർട്ടിയൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയ കാര്യമല്ലേ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തതാണ്. അന്നാണ് ഈ ഒരു റൂസ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, രാഷ്ട്രീയ ഉച്ചതാര ശിക്ഷാ അഭിയാൻ. അതിൻ്റെ പേര് മാറ്റി PM ഉഷയാക്കി. ഉഷ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഉച്ചതാര ശിക്ഷാ അഭിയാൻ പേര് മാറ്റി. ആ പേര് മാറ്റുന്നതിനോട് ഒരു വിയോജിപ്പും ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. പേര് മാറ്റിയെന്ന് മാത്രമല്ല, മറ്റ് ഒരു ഭാഗങ്ങളിലേക്കും ഉള്ളടക്കത്തിലേക്ക് പോയിട്ടില്ല. അതായത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉള്ളടക്കത്തിലേക്ക് പോയിട്ടേയില്ല. സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഘടനാപരമായ മാറ്റത്തെ സംബന്ധിച്ച് ചിലത് നമ്മൾ അംഗീകരിച്ചല്ലോ. PM ശ്രീയുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു പാർട്ടിയുടെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാകെ അതിൽ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ അത്ര ശാഠ്യം പിടിക്കേണ്ടതില്ല. കാരണം ഇവിടെ ഓരോരോ ഘട്ടത്തിൽ നമ്മൾ ഘടന മാറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ BA ഓണേഴ്സ് അല്ലെ BCom ഓണേഴ്സ് 4 ഇയർ കോഴ്സാണ്. അവിടെ ഇപ്പോൾ നടപ്പിലാക്കൽ തുടങ്ങി. അതേ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് BJPക്ക് RSSന് ഇതിൻ്റെ അകത്തൊരു ഒളിച്ചു വെക്കുന്നൊരു അജണ്ടയുണ്ട്. അത് ആശയ തലത്തിലുള്ള ഇടപെടലാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ആശയ വ്യാപനത്തിന് വിദ്യാഭ്യാസ രംഗത്തെ സമർത്ഥമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്കറിയാലോ. അത് CPIക്ക് അറിയുന്നത് പോലെ തന്നെ CPMനും അറിയാം. അക്കാര്യത്തിൽ രണ്ട് പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതിലേക്ക് കടക്കാനോട്ട് അനുവദിക്കുകയില്ല. അതിൻ്റെ ഭാഗമായി നമുക്ക് 405 കോടി രൂപ കിട്ടി. ഏത്? ഉന്നത വിദ്യാഭ്യാസം. അതിലാണ് നമ്മൾ 100 കോടി രൂപ കേരള യൂണിവേഴ്സിറ്റിക്കും, യഥാർത്ഥത്തിൽ പിന്നെ ഒരു 100 കോടിയോളം രൂപ MG യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും കൊടുത്തു. PM ശ്രീയുടെ കാര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രതിക്കൂട്ടിലാവുന്നു, മുഖ്യമന്ത്രി ഒടുവിൽ എന്താ പറയുക PM ശ്രീ റദ്ദ് ചെയ്യുന്നു തൽക്കാലത്തേക്ക് എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് CPI ആണല്ലോ? അതെ ഞാൻ പറയുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഈ മാറ്റം വരുത്തി, പേരിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ റൂസ ഉഷയായിരുന്നേ ഉള്ളൂ. PM ശ്രീയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ 2022 ഇതിൻ്റെ തുടക്കം. ഒരു കത്തുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന്. 2024 റാണി ജോർജ് കമ്മിറ്റി വെച്ചു. അവരതിൻ്റെ കൺവീനറായിരുന്നു. അവർ റിപ്പോർട്ടും കൊടുത്തു കേന്ദ്രത്തിന്, ഞങ്ങളിതിവിടെ നടപ്പിലാക്കാമെന്ന്. അത് നടപ്പിലാക്കാൻ അവരന്ന് കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട്. അല്ലാതെ അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ വളരെ കോഷ്യസ് ആയിരുന്നു ഞങ്ങൾ. ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് RSSൻ്റെ സംഘപരിവാറിൻ്റെ ദർശനം
ആശയം വരാൻ പാടില്ല എന്നുള്ളത്. അത് ഗാർഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയത്. കാര്യങ്ങൾ നീക്കിയെന്നുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഭാഗമായി അവർ ചെയ്തു വെച്ചൊരു പ്രതികാരം ഉണ്ടായിരുന്നു. SSK സർവശിക്ഷ കേരള, അതിൽ നമുക്ക് 1000 ചില്ലാനം കോടി രൂപ കിട്ടാൻ ബാക്കിയായിരുന്നു. അതിതിൻ്റെ പേരിൽ അവർ തടഞ്ഞങ്ങ് വെച്ചു. ആരോഗ്യരംഗത്ത് ഇതുപോലെ തന്നെ ആരോഗ്യരംഗത്തും അവരങ്ങനെ ചെയ്തു. പിന്നെ പേര് മാറ്റി നമ്മൾ, അതങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരോഗ്യരംഗത്തെ ഞാൻ പറയാം, ആരോഗ്യരംഗത്തെ നമ്മൾ യഥാർത്ഥത്തിൽ കോ ബ്രാൻഡിങ് നമ്മൾ നടത്തി. അവരുടെ പേരും വെച്ച് നമ്മുടെ പേരും വെച്ച് കാശ് വാങ്ങി, നമ്മൾ കാശ് വാങ്ങി ആരോഗ്യരംഗത്ത്. പറഞ്ഞ് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അത് ഏതാണ്ട് ആണോ PM ശ്രീയിലേക്കും എത്തിയത്? അതെ, കറക്റ്റ്. കേന്ദ്രത്തിൻ്റെ എംബ്ലം വെച്ചു നമ്മൾ, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞ എംബ്ലം വെച്ചു നമ്മൾ. യഥാർത്ഥത്തിൽ ഈ സബ് സെൻ്റർ ഇല്ലേ, സബ് സെൻ്ററിൻ്റെ പേരെ മാറ്റി. അവർ പറയുന്ന കടറടക്കം വെച്ചു. ഇതൊക്കെ വെക്കാൻ നിർബന്ധിക്കപ്പെടുന്ന വെച്ചാൽ ഇത് അടച്ചു പൂട്ടാൻ പറ്റില്ലല്ലോ. നമ്മളാകെ കണക്കാക്കേണ്ട എന്താ, അവൻ്റെ ആശയതലത്തിലുള്ള വാതിലടക്കുക, ബാക്കി കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത് അടച്ചു പൂട്ടണി, ഈ പീടിയ തുറന്നു വെക്കണ്ടേ, ചരക്ക് വേണ്ടേ വിൽക്കാൻ, വാങ്ങാൻ ആൾ വരണ്ടേ. അത്തരമൊരവസ്ഥയിൽ 800 കോടി രൂപയാണ് നമുക്കതിൽ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് അവരെ പ്രേരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ അത് ഇതുപോലെ തന്നെയാണ് ഇതും എന്ന് ബോധ്യപ്പെടുത്തുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഈ പ്രചരണ രംഗത്ത് ഒരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. സാധാരണ പാർട്ടി ഇത്തരം ഘട്ടത്തിൽ പ്രതിക്കൂട്ടിലാകുമ്പോൾ, അല്ലെങ്കിൽ CPI നേരത്തെയും പല വിഷയങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ സറണ്ടർ ചെയ്യലാണ് ഉണ്ടായത്. അല്ല, ഇതിൽ സറണ്ടർ ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായി, ഞാൻ പറഞ്ഞല്ലോ, അതൊരു തെറ്റായിട്ടുള്ള ഒരു പരാമർശമാണ്. സറണ്ടർ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ഘടകകക്ഷി ജെന്യൂനായി ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടത് പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPIM ആണല്ലോ ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. CPIയെ അവഗണിച്ചുകൊണ്ട് ഒരു ഭരണം ഞങ്ങൾക്കുണ്ടാവില്ല. അതാദ്യം ഞാനങ്ങ് പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPIയെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭരണം ഇപ്പോൾ സാധ്യമല്ല. ഭൂരിപക്ഷം ഉണ്ടായാൽ പോലും ഞങ്ങളുടെ നയ അതല്ല. CPMനെ ഒഴിവാക്കിക്കൊണ്ട് ഉണ്ടാകില്ല. ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ രണ്ട് പാർട്ടിയും. ആ ഐക്യത്തെ ഇല്ലാതാക്കുന്നതിന് വലിയൊരു ശ്രമം അപ്പുറത്ത് നടക്കുക. അതിൽ നമ്മൾ ഇരയായിക്കൂടല്ലോ, ഇരയാകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തു നിന്നും CPIയെ ഇങ്ങനെ ഒരു അപ്രിഹെൻഷൻ അവരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പാർട്ടി സച്ച് തീരുമാനിച്ചതിൻ്റെ കാരണം വിശാലമായൊരു ബോധമാണ്, ഒരു വർഗബോധമാണ്, ഒരു തൊഴിലാളി വർഗബോധമാണ്. അതിൽ നിന്നാണ് അവരെയും കൂടി അത് ബോധ്യപ്പെടുത്തിയേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇതങ്ങ് മരവിപ്പിക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിച്ച് തീരുമാനിക്കുക. അതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കുക. അങ്ങനെയാണ് ഇപ്പോൾ കമ്മിറ്റി വെച്ചത്. ഇത് ഫ്രീസ് ചെയ്തതാണ്. ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് കണ്ടില്ല നിങ്ങൾ? വെള്ളം ഫ്രീസ് ചെയ്താൽ എന്താവും? ഐസാവും. അതിൻ്റെ അർത്ഥം വെള്ളമില്ല എന്നാണോ? വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരെയും കൂടിയും ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ നടപ്പിലാക്കുക. ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പദ്ധതി വേണ്ടെന്ന് വെക്കുക. അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്തിനായിരുന്നു അന്ന് ഇത് തീരുമാനിച്ചത്? അന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ, കാശ് വാങ്ങിയല്ലോ. അതിനുകൂടി നമ്മൾ മറുപടി പറയേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് വീണ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ചെയ്യുക, ബിന്ദുവിന് ചെയ്യുക, എനിക്ക് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം നമ്മുടെ ശിവൻകുട്ടീൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ പാവത്തെ നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തേണ്ടതില്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലായില്ലേ?
അയാൾ ചട്ടപ്രകാരം എല്ലാം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ഇത് ക്യാബിനറ്റ് പോകേണ്ട യാതൊരു ആവശ്യമില്ല. മുഖ്യമന്ത്രി കണ്ടാലും മതി, മുഖ്യമന്ത്രി കണ്ടാൽ മതി, അതിനധികാരമുണ്ട്. മുഖ്യമന്ത്രി ഓർ ക്യാബിനറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണ നിലയിൽ ഇത്തരം ചില കാര്യങ്ങൾ ക്യാബിനറ്റിൽ വെക്കും. ക്യാബിനറ്റിൽ വെക്കേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്യാബിനറ്റിൽ വെക്കേണ്ടതില്ല. ഓരോരോ മന്ത്രിമാർക്കും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. മുഖ്യമന്ത്രി ഫയൽ കാണണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വളരെ വളരെ വിശാലമായ തലത്തിലാണ് ഈ കാര്യങ്ങൾ CPIM, അതുപോലെ തന്നെ CPIMൻ്റെ നേതാക്കൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത്. മുഖ്യമന്ത്രിയൊക്കെ അതിമനോഹരമായിട്ടാണ് ഈ പ്രശ്നത്തെ സാധാരണ നിലയിൽ വലിയ ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന ഒരു പ്രശ്നത്തെ ലഘൂകരിച്ച് അതിമനോഹരമായി ലളിതമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഹരിച്ചു. അത് പൊതുസമൂഹം പൊതുവിൽ അംഗീകരിക്കുകയും ചെയ്തു. കാര്യം കൂടി ഇതിൽ അങ്ങ് ഒരുപക്ഷെ CPM പ്രതിരോധത്തിലാകുമ്പോഴൊക്കെ രംഗത്തെത്തുന്ന ഒരാളാണ്. നേരത്തെ മന്ത്രിയായിരിക്കുമ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലൊക്കെ CPM ഇപ്പോൾ പലപ്പോഴും പ്രതിരോധത്തിലാകുന്ന ഘട്ടങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ പറയാതെ പോകുന്നു, പ്രചരണപരമായി പാർട്ടി പുറകിലാവുന്നു. എന്നാൽ അതേ സമയത്ത് ഇടതുപക്ഷത്തെ CPIയും അതുപോലെ പ്രതിപക്ഷവുമൊക്കെ ഹൈജാക്ക് ചെയ്ത് വിഷയങ്ങൾ കൊണ്ടുപോകുന്നു എന്ന സാഹചര്യം നിലവിലുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് പ്രചരണപരമായ പ്രതിരോധം തീർക്കുന്നതിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറയുമ്പോൾ അതിന് പണ്ടൊക്കെ താങ്കളൊക്കെ ചാടി വീണ് പ്രതിരോധം തീർക്കും. അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഏതെങ്കിലും ഒരു വീഴ്ച ഈ അടുത്ത കാലത്തുള്ള ഏതെങ്കിലും പ്രശ്നത്തിലുണ്ടായി എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ വിഷയത്തിൽ ശിവൻകുട്ടിയെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ. അല്ല, അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ CPIയുമായി ഒരേറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് എത്തിക്കൂടാ. ബന്ധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധം വഷളായിക്കൂടാ. ഇന്ത്യ രാജ്യത്തിലാകെയുള്ളൊരു പച്ചത്തുരുത്ത് ഇവിടെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ടാണ് മിതത്വം കാട്ടി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മിതത്വം കാട്ടി എന്നുള്ളത് ഒരു കുറവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ മിതത്വം കാട്ടിയത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. CPIM ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് കോംപ്രമൈസ് ചെയ്യുക, സറണ്ടർ ചെയ്യുക എന്നുള്ളത് ചില കാര്യങ്ങളിൽ ആവശ്യമായിട്ട് വരും, ചില പ്രശ്നങ്ങളിൽ ആവശ്യമായിട്ട് വരും. അതിലധികം മർക്കടമുഷ്ടി കാട്ടാതെ ഫ്ലെക്സിബിലിറ്റിയുള്ള സമീപനം സ്വീകരിക്കേണ്ടി വരും. അതേ സമയത്ത് തന്നെ സമരവും നടത്തേണ്ടി വരും. ഓരോരോ പാർട്ടിക്ക് ഓരോരോ ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടി മുന്നണിയിലായാലും, മുന്നണിയിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിലായാലും സമരം നടത്തേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ PM ശ്രീയിൽ CPICPMന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയല്ലേ ചെയ്തത്? പ്രതിസന്ധിയില്ല. ഇപ്പോൾ തീർന്നെങ്കിലും ആ ഘട്ടത്തിൽ ഒരു CPMന് രാഷ്ട്രീയമായി, പിണറായി സർക്കാരിന് ഗവൺമെൻറ് ഭരണപരമായി ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക തന്നെയല്ലേ ചെയ്തത്? അല്ല, ആ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല. പ്രതിസന്ധിയിലേക്ക് എത്തുമായിരുന്നു. CPIMൻ്റെ സമീപനം ഇതല്ലായിരുന്നുവെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുമായിരുന്നു. അതെത്താൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഈ അടുത്ത കാലത്തെ പ്രകടനം എന്താ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എവിടെയൊക്കെയാണ് പാഞ്ഞെത്തിയത് ഈ 80ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ? പ്രവാസികളുള്ള രാജ്യങ്ങളിലെല്ലാം 10,000കണക്കിന് മലയാളികളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ പ്രകടനം എന്താ? നമ്പർ 1. നമ്പർ 2, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പല്ലേ റൂൾ 300 വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള അസംബ്ലിയിലെ പ്രകടനം. പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളെയും, തൊഴിലാളി വിഭാഗങ്ങളെയും, ജീവനക്കാരെയും, കർഷക തൊഴിലാളികളെയും എല്ലാം വിശ്വാസത്തിലെടുക്കത്തക്ക രൂപത്തിലുള്ള അതിഗംഭീരമായ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നവംബർ 1 ഭാഗമായി
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഊഹിക്കാൻ പറ്റുമോ? ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ആ കാര്യത്തിൽ അഭിമാനത്തിൻ്റെ പ്രശ്നം ഓർത്ത് ശക്തമായൊരു നിലപാടെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞാൽ CPI-CPIM ബന്ധം വഷളാകട്ടെ, എന്നിട്ട് UDF സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഇതല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്? അതിന് വേറെ ആളെ നോക്കണം കേട്ടോ. അതിന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, പലരുടെയും മനസ്സിലുള്ള ആളല്ലോ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അതിന് ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഏട്ടൻ്റെ വീഡിയോ പോകണമെന്ന് പറഞ്ഞില്ല. ഈ പാർട്ടീനെ നോക്കരുത്. വളരെ കൃത്യമായി AK ബാലൻ പറയുന്നത് വിശാലമായ ഇടതുപക്ഷ ഐക്യം, അതിനുവേണ്ടിയാണ് ഈ PM ശ്രീ പദ്ധതി ഫ്രീസ് ചെയ്തത്. അത് വെള്ളം ഫ്രിഡ്ജിൽ വെച്ചതുപോലെ ഐസാക്കലാണ്, വെള്ളം ഇല്ലാതാകുന്നില്ല, അവരെ ബോധ്യപ്പെടുത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് AK ബാലൻ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.